യുക്രൈന് നേരെ റഷ്യ ആരംഭിച്ച യുദ്ധത്തിന് 1000 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിൽ രാജ്യത്തിന് കത്തുമായി ഫ്രാൻസിസ് പാപ്പ. നവംബർ 19 യുക്രൈനിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് വിശ്വൽ ദാസ് കുൽബാക്കാസിന് അയച്ച കത്തിലൂടെയാണ് പാപ്പ തന്റെ സാന്ത്വന സന്ദേശം കൈമാറിയത്. പ്രിയപ്പെട്ടതും പീഡിപ്പിക്കപ്പെടുന്നതുമായ യുക്രൈൻ എന്ന അഭിസംബോധനയോടെയാണ് പാപ്പയുടെ കത്ത് ആരംഭിക്കുന്നത്. സൈനിക ആക്രമണത്തിൽ യുക്രൈൻ ജനത അനുഭവിച്ച കഠിന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി യുക്രൈനിലെ എല്ലാ പൗരന്മാരെയും അവർ എവിടെയായിരുന്നാലും ആശ്ലേഷിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പാപ്പ കുറിച്ചു. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്ന 121 സങ്കീർത്തനം ഉദ്ധരിച്ച പാപ്പ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് യുക്രൈൻ സംഘർഷത്തിന്റെ ഇരകൾക്കായി 1 മിനിറ്റ് ദേശീയ നിശബ്ദത അഥവാ മിനിറ്റ് ഓഫ് നാഷണൽ സൈലൻസ് ആചരിക്കുന്നത് സ്മരിച്ചു. ഞാൻ അവരോടൊപ്പം ചേരുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് ഉയരുന്ന നിലവിളി കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയാണെന്നും പാപ്പ കുറിച്ചു. മനുഷ്യപ്രയത്നങ്ങൾ ഫലശൂന്യവും പ്രവൃത്തികൾ പര്യാപ്തവുമല്ലെന്ന് തോന്നുമ്പോഴും അവൻ നമ്മുടെ അരികിൽ തുടരും. യുക്രൈൻ ജനതയെ ദൈവത്തിൽ ഭരമേൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. 2022 ഫെബ്രുവരി 24 പുലർച്ചെ നടത്തിയ പ്രഖ്യാപനത്തിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരെ ആരംഭിച്ച പ്രത്യേക സൈനിക നടപടി 1000 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യുക്രൈനിലെ മനുഷ്യാവകാശ നിരീക്ഷണ ദൗത്യത്തിന്റെ കണക്ക് പ്രകാരം 2022 ഫെബ്രുവരി 24 മുതൽ 2024 ഓഗസ്റ്റ് 31 വരെ യുക്രൈനിൽ കുറഞ്ഞത് 11,743 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 24,614 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യൂണിസെഫിന്റെ കണക്ക് പ്രകാരം യുദ്ധം ആരംഭിച്ച ശേഷം 659 കുട്ടികൾ കൊല്ലപ്പെട്ടു. 1747 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. എന്നാൽ കണക്കുകളിലും 10 മടങ്ങ് നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം.